ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതുമാണ്. അതിനു വേണ്ടി നന്നായി കഴുകി വൃത്തിയാക്കിയ റൈസും 1 കിലോ റൈസും 1 കിലോ ചിക്കൻ കഷ്ണവും 1/4 കിലോ ചിക്കൻ പൊരിക്കുന്നതിന് വേണ്ടിയുള്ളതാണിത്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തെടുത്ത ചിക്കനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആ ചിക്കൻക്ക് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക, ഉപ്പ് പൊടി. എന്നിട്ടത് നന്നായി തിരുമ്പി പിടിപ്പിച്ചു കൊടുക്കാം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയൊക്കെ വിശേഷങ്ങൾ എന്നും എൻ്റെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളുമൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് കഴുകി വൃത്തിയാക്കി വെച്ച റൈസാണ് ബിരിയാണിക്കുള്ള. അതൊക്കെ തിരുമ്പി പിടിപ്പിച്ച് കൊടുത്ത് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അടുപ്പത്തെ ഒരു കലത്തിൽ തന്നെയാണ് ഞാൻ റൈസ് വേവിക്കുന്നത്. ആ കലം ചൂടായി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് മിൽമ നെയ്യും കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് കൊടുത്തത് ബ്രൗൺ കളർ ആകുമ്പോൾ കോരി മാറ്റുന്നുണ്ട്. ബിരിയാണി ദമ്മ് ഇടുമ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ അത് ഇട്ട് കൊടുക്കാനാണ്. ഇനി അതൊക്കെ കോരി മാറ്റിയിട്ട് ആ ഓയിലിലേക്ക് റൈസ് വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പിന് 2 കപ്പ് എന്ന നിരക്കിലാണ് റൈസ് വേവാൻ വെള്ളം വെക്കുക. അതിലേക്ക് ആവശ്യമായ കല്ലുപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ 2 കപ്പ് എന്നുള്ള നിരക്കുന്ന ഒരു അല്പം കൂട്ടിയൊക്കെ ഇടാം. പിന്നെ അതിക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും മറ്റേ സ്റ്റൗവിൽ ബിരിയാണിക്കുള്ള ചിക്കന് പൊരിച്ചെടുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊരിക്കാതെയും മസാല വെച്ച് ബിരിയാണി ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൊരിച്ചു കോരിയ ബിരിയാണിയാണ്, ചിക്കൻ പൊരിച്ചു കോരിയ ബിരിയാണിയാണ്. അത് നന്നായി അതിൽ പരത്തി വെച്ച് കൊടുത്ത് പൊരിഞ്ഞു വരട്ടെ. അപ്പോഴേക്കും നമുക്ക് റൈസ് വേവിക്കുന്നതിനാവശ്യമായ വെള്ളമൊക്കെ തിളച്ചതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി റൈസ് ഏകദേശം വെന്ത് വരുമ്പോൾ തന്നെ അതിലേക്ക് മിൽമ നെയ്യ്, ഫ്രഷ് മിൽമ നെയ്യാണ്, ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ബിരിയാണി പോട്ട് കുറച്ച് വട്ടം കൂടുതലായതുകൊണ്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ആ ചീനച്ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി പൊരിച്ച് കോരിയിട്ട് ആ കോരിയ ബാക്കി ഓയിലിൽ തന്നെ അപ്പം തന്നെ മസാല തയ്യാറാക്കാനുള്ള സവാള ഇട്ട് കൊടുക്കണം. അത് മുഴുവനായിട്ടും ഇങ്ങനെ കോരിയെടുക്കാം. നിങ്ങളൊക്കെ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എല്ലാം കോരിയെടുത്ത് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഇട്ട് കൊടുത്തത് എൻ്റെ വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പോഴേക്കും അത് ചതച്ചെടുത്ത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് മസാലയ്ക്ക് വെച്ച ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ വഴണ്ടി വന്നപ്പോൾ തന്നെ തക്കാളിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ തക്കാളി വഴണ്ടി വരുമ്പോൾ തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഒരു ചെറുനാരങ്ങയുണ്ട്,
അതിൻ്റെ ജ്യൂസും നമുക്ക് വേണം. പിന്നെ തൈരും വേണം. തൈരും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ആ പൊടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പൊടികളെല്ലാം മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം എടുത്ത് വെച്ച എല്ലാ പൊടികളും കൂടെ ഒരുമിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഗരം മസാല കുറച്ചും കൂടി ഇട്ട് കൊടുക്കും. മല്ലിയിലയും പുതിനയിലയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പൊരിക്കാൻ വെച്ചതിലേക്ക് ഒരല്പം ഉപ്പ് കുറവുണ്ടതും കുരുമുളക് പൊടിയും പെരുംജീരകപ്പൊടിയും ചെറുനാരങ്ങ ജ്യൂസും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊരിക്കാനായ നേരത്ത് കറിവേപ്പില കൂടെ അരിഞ്ഞ് അതിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് തൈരും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാലയിലേക്ക് തൈരും ചെറുനാരങ്ങ ജ്യൂസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ബിരിയാണി പോട്ടിലേക്ക് തന്നെ മാറ്റണം. കുറച്ച് ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ചേർത്ത ഗരം മസാലൻ്റെ ഇതൊക്കെ പോയോ, മണമൊക്കെ പോയാവോ. ഇനി അതിലേക്ക് ബിരിയാണിയിലേക്ക് നെയ്യ്, മിൽമ നെയ്യിൽ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്തെടുക്കുന്നുണ്ട്. ആ നെയ്യും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും എല്ലാം കൂടെ ബ്രൗൺ കളറാക്കി കോരി മാറ്റിയ സവാളയിലേക്ക് മാറ്റി വെക്കാം. ദമ്മിടുമ്പോൾ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ പൊരിക്കാൻ വേണ്ടി കുഴച്ച് വെച്ചതിലേക്ക് കുറച്ച് കോൺഫ്ലവർ, 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് കുഴക്കുന്നുണ്ട്. ഇത് കോൺഫ്ലവർ ഇട്ട് കൊടുത്താൽ വല്ലാതെ എണ്ണ കുടിക്കില്ല. അതുമ്മ കുഴച്ച മസാലയൊന്നും അതുമ്മന്ന് വേർത്ത് പോവില്ല. പിന്നെ കറിവേപ്പില അരിഞ്ഞത് അതിലിട്ട് കുഴച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ടാവും അങ്ങനെ ചെയ്താൽ. നമ്മുടെ വീട്ടുവളപ്പിലെ ഫ്രഷ് കറിവേപ്പിലല്ലേ, എണ്ണയിലേക്കും ഒരൽപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കറിവേപ്പില ഇട്ട ഉടനെ തന്നെ ആ കുഴച്ച ചിക്കൻ കൂടെ ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും ബിരിയാണി ദമ്മിടാൻ വേണ്ടി ബിരിയാണി പോട്ടിലേക്ക് തന്നെ ആ ചട്ടിയിൽ നിന്നും അത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോഴും കുറച്ച് ഗരം മസാലപ്പൊടി, നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഗരം മസാലപ്പൊടിയാണ്. ഞാൻ മുമ്പേ ഇട്ട ഷോർട്ട് വീഡിയോയിലും കണ്ടിട്ടുണ്ടത്, ഹോം മെയ്ഡ് ഗരം മസാലപ്പൊടി. ഞാൻ മസാല എല്ലാം ബിരിയാണി പോട്ടിൻ്റെ അടിയിൽ നിരത്തി അതിൻ്റെ മുകളിലേക്ക് വെന്ത റൈസ് മാറ്റി കൊടുക്കുന്നുണ്ട്. വേവിച്ചെടുത്ത റൈസ് അതിലേക്ക് ആ നെയ്യും സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം അതിൻ്റെ മീതെ ഇടറി കൊടുക്കാം. എന്നിട്ട് റൈസ് മുഴുവനായും അതിലേക്ക് മാറ്റി കൊടുക്കാം. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു ലൈക്കും അടിച്ച് നിങ്ങളെ എൻ്റെ മിത്രാദികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാൻ പൊരിക്കാനിട്ട ചിക്കൻ വേവായിട്ടുണ്ട്. അത് കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കണം. നെയ്യിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യുകയും ചെയ്തവരും ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്.